വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ഡിവോഷൻസ് വിത്ത് ഷൈനോ മേരി. ഒരു കാലത്ത് സ്പെയിനിലെ താഴ്വരകളിൽ പ്രശസ്തിയും അധികാരവും മാത്രം സ്വപ്നം കണ്ട ഒരു യുവാവുണ്ടായിരുന്നു, ഇഗ്നേഷ്യസ് ലയോള. ഒരു വീരനായകനായി വാഴ്ത്തപ്പെടാൻ അവൻ ആഗ്രഹിച്ചു. ആർഭാട വസ്ത്രങ്ങളും തിളങ്ങുന്ന വാളുമായി അവൻ അഭിമാനത്തോടെ നടന്നു. ചൂതാട്ടവും പോരാട്ടങ്ങളും പ്രണയവും എല്ലാം അവന് ഹരമായിരുന്നു. അവന്റെ മനസ്സിൽ ദൈവമുണ്ടായിരുന്നില്ല, മറിച്ച് ലോകമറിയുന്ന ഒരു യോദ്ധാവാകണമെന്നതായിരുന്നു അവന്റെ സ്വപ്നം. ഇത്തരം ഒരു വ്യക്തി എങ്ങനെ വിശുദ്ധനായി? അതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഉത്തരം പറയാം. ഇംഗോ ലോപ്പസ് ഡി ലയോള എന്നായിരുന്നു യഥാർത്ഥ പേര്. 1491 സ്പെയിനിലെ ബാസ്ക് പ്രവിശ്യയിലെ ലയോളയിൽ ഒരു സമ്പന്ന കുലീന കുടുംബത്തിലാണ് അവൻ ജനിച്ചത്. സൈനിക ജീവിതമായിരുന്നു അവന്റെ സ്വപ്നം. ധീരനായ ഒരു സൈനികനായി പേരെടുത്ത് പ്രഭുക്കന്മാരുടെ സദസ്സിൽ ഇടം നേടാനായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ 1521 നടന്ന ഫ്രഞ്ചുകാരുമായുള്ള യുദ്ധത്തിൽ ഒരു പീരങ്കി ഉണ്ട അവന്റെ കാലിൽ തറച്ചു കയറി. ഗുരുതരമായി പരിക്കേറ്റ അവനെ ലയോളയിലെ കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇഗ്നേഷ്യസ് ലയോളയുടെ ദൈവവുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. അദ്ദേഹത്തിന്റെ പരിക്കേറ്റ് ലയോളയിലെ കൊട്ടാരത്തിൽ വിശ്രമിക്കുമ്പോഴാണ് ആ ദൈവിക അനുഭവം അവനിൽ ഉണ്ടാകുന്നത്. സൈനികനായി പേരെടുക്കാൻ ആഗ്രഹിച്ച് ചൂതാട്ടവും പോരാട്ടങ്ങളും പ്രണയവും ഒക്കെയായി ജീവിച്ച ഒരു യുവാവായിരുന്നു ഇഗ്നേഷ്യസ്. എന്നാൽ 1521 നടന്ന ആ യുദ്ധത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളോളം കിടപ്പിലായപ്പോൾ വായിക്കാൻ മറ്റു പുസ്തകങ്ങളില്ലാത്തതുകൊണ്ട് വിശുദ്ധരുടെ പുസ്തകങ്ങളും ജീവചരിത്രങ്ങളും ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചുമുള്ള പുസ്തകങ്ങളും വായിക്കുവാൻ തുടങ്ങി. ഈ വായനയാണ് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ലോക പ്രശസ്തനായ യോദ്ധാവുക എന്ന തന്റെ മോഹത്തെക്കാളേറെ വലിയൊരു ദൈവവിളി തനിക്കുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആത്മപരിശോധനയിലൂടെയും വായനയിലൂടെയും ഭൗതികമായ ആഗ്രഹങ്ങൾ ക്ഷണികമാണെന്ന്, യഥാർത്ഥ സന്തോഷം ദൈവത്തെ സേവിക്കുന്നതിലൂടെയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ആന്തരികമായ ഒരു മാറ്റം സംഭവിക്കുകയും ദൈവത്തിലേക്കും ആത്മീയ ജീവിതത്തിലേക്ക് തിരിയുകയും ചെയ്തത്. ഈ പരിവർത്തനമാണ് പിന്നീട് സൊസൈറ്റി ഓഫ് ജീസസ്, അതായത് ജസ്യൂട്ട് സഭ സ്ഥാപിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഇദ്ദേഹം എങ്ങനെയാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് എന്നറിയണ്ടേ? ഒരു പക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഭൗതികമായ ആഗ്രഹങ്ങളെ അതിജീവിച്ച് ആത്മീയ പാതയിലേക്ക് തിരിയാൻ അവനുണ്ടായ ഒരു അസാധാരണമായ ഉൾക്കാഴ്ചയും നിശ്ചയദാർഢ്യവുമാകാം ലയോളയെ നമ്മളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതെ, അത് തന്നെയാണ് അവനെ വിശുദ്ധനാക്കിയ ഒന്നാം ഘട്ടം. വേദനയിലൂടെയും സഹനത്തിലൂടെയുമുള്ള രൂപാന്തരീകരണം. നമ്മൾ പലപ്പോഴും വേദനയെ ഭയക്കുമ്പോൾ ഇഗ്നേഷ്യസ് അതിനെ ഒരു ചവിട്ടുപടിയായി കണ്ടു. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലെ വേദനകളും നമ്മെ വഴിതിരിച്ചു വിടാനുള്ള ദൈവത്തിന്റെ പദ്ധതികളായിരിക്കാം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇഗ്നേഷ്യസ് ഒരു കേൾവിക്കാരനായി മാറി. ഹൃദയത്തിലെ ഓരോ തോന്നലുകളെയും അവൻ നിരീക്ഷിച്ചു തുടങ്ങി. എല്ലാ വികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നതല്ലെന്നും അതും സന്തോഷവും സമാധാനവും നൽകുന്നത് ദൈവമാണെന്നും ആശയക്കുഴപ്പവും ഉത്കണ്ഠയും നൽകുന്നത് മറ്റെന്തോ ശക്തിയാണെന്നും അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇതിനെയാണ് ആത്മാക്കളുടെ വിവേകമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് ഇഗ്നേഷ്യസ് ലയോള നമ്മളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ഇഗ്നേഷ്യസ് അവയെ വിലയിരുത്തുവാനും ദൈവഹിതം കണ്ടെത്താനും പഠിച്ചു തുടങ്ങി. തിരക്കിട്ട നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നേർത്ത സ്വരം കേൾക്കാൻ നമുക്ക് ആർക്കെങ്കിലും സമയമുണ്ടോ? എന്നാൽ ഇഗ്നേഷ്യസിന് സമയമുണ്ടായിരുന്നു. അവൻ ഉണ്ടാക്കിയെടുത്തു ആ സമയം. പിന്നീട് ഇഗ്നേഷ്യസ് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചു. പദവി, സമ്പത്ത്, വാൾ എല്ലാം മറിയത്തിന്റെ അൾത്താരെ സമർപ്പിച്ച് ഒരു ഭിക്ഷാദേഹിയെ പോലെ ജീവിച്ചു. ഇത് മൂന്നാം ഘട്ടം. ദാരിദ്ര്യവും എളിമയും സേവനവും അവന്റെ വഴികളായി. ദൈവഹിതമനുസരിച്ച് എന്തും ചെയ്യാനുള്ള ധൈര്യം അവൻ നേടിയെടുത്തു. നമ്മൾ സുഖങ്ങൾ തേടി പോകുമ്പോൾ ഇഗ്നേഷ്യസ് അവയെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിനായി സ്വയം സമർപ്പിച്ചു. പൂർണ്ണമായ സമർപ്പണം. ഇത് സാധ്യമാണോ? എന്നാൽ വിശുദ്ധനാകാം എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. നാലാം ഘട്ടം എന്ന് പറയുന്നത് താൻ നേടിയെടുത്ത ഉൾക്കാഴ്ചകൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുവാൻ തുടങ്ങി. ആത്മീയ അഭ്യാസങ്ങൾ എന്ന ഗ്രന്ഥത്തിലൂടെ അവൻ ലക്ഷക്കണക്കിന് ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. ഫ്രാൻസിസ് സേവിയറെ പോലെയുള്ളവരെ വിശുദ്ധരാക്കി മാറ്റാൻ അവന് കഴിഞ്ഞു. ഒരു വിശുദ്ധൻ തനിച്ചല്ല ദൈവത്തെ തേടുന്നത്, മറിച്ച് മറ്റുള്ളവരെയും അതിലേക്ക് നയിക്കാനാണ് അവൻ നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് ദൈവസ്നേഹം എത്തിക്കാൻ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും?
ചിന്തിക്കുക. 5-ാം ഘട്ടം, അവൻ അനുസരണയെ സ്നേഹമായി കണ്ടു. സഭയ്ക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എന്ന ലക്ഷ്യത്തോടെ സൊസൈറ്റി ഓഫ് ജീസസ്, അതായത് ജെസ്യൂട്ട് സഭ സ്ഥാപിച്ചു. തൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളെക്കാൾ വലുതായി ദൈവത്തിൻ്റെ ദൗത്യമാണ് പ്രാധാന്യമെന്ന് മനസ്സിലാക്കി ഇഗ്നേഷ്യസ് സ്വന്തം ജീവിതം അനുസരണയിലൂടെ മുന്നോട്ട് നയിക്കാൻ തുടങ്ങി. ഇത് നമുക്ക് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കും? ഏറ്റവും വലിയ സന്ദേശം ഇതായിരുന്നു: ദൈവം പള്ളിയിലോ പ്രാർത്ഥനയിലോ മാത്രമല്ല, എല്ലാ ചെറുതും വലുതുമായ പ്രവൃത്തികളിൽ പോലും നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കണം. നമ്മുടെ ജോലിയിൽ, പ്രകൃതിയിൽ, മനുഷ്യരിൽ, കഷ്ടപ്പാടുകളിൽ, സന്തോഷങ്ങളിൽ, പരാജയങ്ങളിൽ, എല്ലായിടത്തും നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കണം. ഈ ലോകത്തെ ഉപേക്ഷിച്ചല്ല, മറിച്ച് ഈ ലോകത്തിൽ ദൈവത്തെ കണ്ടെത്താനാണ് അവൻ നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈശ്വരനെ കണ്ടെത്താൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ ഇഗ്നേഷ്യസ് ലയോള 1556 ജൂലൈ 31 റോമിൽ വെച്ച് നിശബ്ദനായി ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് ഏകദേശം 64-65 വയസ്സുണ്ടായിരുന്നു. റോമൻ ഫീവർ എന്ന് വിളിക്കപ്പെടുന്ന മലേറിയയുടെ ഗുരുതരമായ ഒരു വകഭേദമാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ശരീര പരിശോധനയിൽ വൃക്കയിലും പിത്തസഞ്ചിയിലും കല്ലുകളും കണ്ടെത്തിയിരുന്നു. എങ്കിലും അദ്ദേഹം കൊളുത്തിയ ആത്മീയ അഗ്നി ഇന്നും ജ്വലിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ജെസ്യൂട്ട് സ്ഥാപനങ്ങളുടെയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിലൂടെയും രൂപാന്തരീകരണം പ്രാപിച്ച എണ്ണമറ്റ ആത്മാക്കളിലൂടെയും അദ്ദേഹം ഇന്നും നമ്മളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട്. 1622 മാർച്ച് 12 ഗ്രിഗോറിയോസ് 15-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മ തിരുനാൾ ജൂലൈ 31 ഇഗ്നേഷ്യസിന്റെ ജീവിതം നമ്മോട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ പരമമായ സത്യം ഇതാണ്: നമ്മുടെ ജീവിതം എത്രമാത്രം തകർന്നു പോയാലും, എത്രമാത്രം വഴിതെറ്റി അലഞ്ഞാലും, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് നമ്മളെ എത്രത്തോളം സ്നേഹത്തോടെ, കരുതലോടെ നമ്മളെ കരങ്ങളിൽ ഒതുക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. യഥാർത്ഥ ശക്തി ഒരു വാളിന്റെ മൂർച്ചയിലോ അധികാരത്തിന്റെ ഹുങ്കയിലോ അല്ല എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു തന്നു. മറിച്ച് ആ വാൾ താഴെ വെച്ച് സർവശക്തനായ ദൈവത്തിന്റെ ഹിതത്തിന് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങുന്നതിലാണ് ആ ശക്തി കുടികൊള്ളുന്നത്. ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ ശബ്ദം ഇടിമുഴക്കം പോലെ ആകാശം പിളർന്നോ മിന്നൽ പിണർ പോലെ കണ്ണഞ്ചിപ്പിച്ചോ ആയിരിക്കണമെന്നില്ല. ഒരു പക്ഷെ നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ സമാധാനത്തിൻ്റെ നേർത്ത മന്ത്രണം പോലെ അത് നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്നുണ്ടാവാം. ആ ശബ്ദം ഇങ്ങനെ പറയും: ഇതാണ് വഴി, ഇതിലൂടെ നടക്കുക. ആ വിളി കേൾക്കാൻ, ആ അദൃശ്യമായ കൈകളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ? ഈ ചോദ്യം നമ്മുടെ ആത്മാവിനോട് തന്നെ ചോദിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? ചോദിക്കുക. തയ്യാറാണോ? ഇതാണ് വഴി, ഇതിലൂടെ നടക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? ചിന്തിക്കുക. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.